ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പൈത്തൺ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടു. അത് നമ്മൾ ചെയ്തത് ടെക്സ്റ്റ് എഡിറ്ററിലായിരുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുകയാണ്. IDE അല്ലെങ്കിൽ IDLE. IDE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നാണ് IDEയുടെ ഫുൾ ഫോം. മിക്കവാറും അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഈ IDE സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഷോ ആപ്ലിക്കേഷൻസ്, അവിടെ ടൈപ്പ് ടു സെർച്ചിൽ നമ്മൾ ഐ ഡി കൊടുക്കുമ്പോൾ തന്നെ വന്നോളും IDLE. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ന്യൂ ഫയൽ എടുക്കുക. എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി അതിനു മുമ്പ് ഒരു ടോപ്പിക്ക് പറയാം. ഇവിടെ നോക്കിയേ, പൈത്തൺ ഓപ്പറേറ്റേഴ്സ്. നമുക്ക് ഈ പൈത്തണിൽ മെയിനായിട്ട് 4 ടൈപ്പ് ഓപ്പറേറ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ആദ്യത്തേതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഒക്കെ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുകളെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്. ഇതൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അടുത്തതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു ആണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അടുത്തതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇതൊക്കെയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. അടുത്താണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ആൻഡ്, ഓർ, നോട്ട്, ഇതൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇവിടെ മിക്കവാറും ചോദിക്കാൻ സാധ്യത, തിയറിക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഈക്വൽ ടു ഉണ്ട്, ഡബിൾ ഈക്വൽ ടു ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു. ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാല്യൂവിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈക്വൽ ടു ഉപയോഗിക്കുന്നത്. അതായത് മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 50 എന്ന് പറയുന്ന വാല്യൂവിനെ അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈക്വൽ ടു ഉപയോഗിക്കുന്നത്. മനസ്സിലായി കാണും. ഈക്വൽ ടു സിമ്പിൾ ഉപയോഗിക്കുന്നത് ഒരു വാല്യൂവിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ സിംഗിൾ ഈക്വൽ ടു ഉപയോഗിക്കുന്നത്. ഡബിൾ ഈക്വൽ ടു ഉപയോഗിക്കുന്നത് കമ്പാരിസണിന് വേണ്ടിയാണ്. അതായത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഡബിൾ ഈക്വൽ ടു ഉപയോഗിക്കുന്നത്. മിക്കവാറും അത് തിയറിക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ IDLE എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് കണ്ടു. നമുക്ക് ആദ്യമായിട്ട് ആ ഒരു പ്രോഗ്രാം, എങ്ങനെയാണ് ഒരു പ്രോഗ്രാം അതിൽ ചെയ്യുന്നതെന്ന്, റൺ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതിനു വേണ്ടി ഇതായിരുന്നു നമ്മുടെ വിൻഡോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു അല്ലേ? അത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇവിടെ നോക്കിയേ, ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന നോക്കിയേ, നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ നെയിം. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് 2025 അതുപോലെ തന്നെ 2011 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡയറക്റ്റ് വർഷങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്, ആ ഒരു ഏജ് മാത്രമാണ് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. ഇനി നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് ഒരാളുടെ പേര് ചോദിക്കും, അതുപോലെ തന്നെ ആ ആൾ ജനിച്ച വർഷം ചോദിക്കും, അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള വർഷം ഏതാണ്, അത്രയും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോഗ്രാം നമ്മൾ ഡയറക്റ്റ് ബർത്ത് ഇയറും കറണ്ട് ഇയറും കൊടുത്തു, ഏജ് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഇനി ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണേലും ആരുടെ വേണേലും ഏജ് കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. ഇവിടെ ബർത്ത് ഇയർ ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങിയതല്ലേ. നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇവിടെ നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ബ്രാക്കറ്റിനുള്ളിൽ
ഡബിൾ കോട്ട്സ് എൻ്റർ യുവർ നെയിം. എൻ്റർ യുവർ നെയിം കോളൻ കൊടുത്തു, ഡബിൾ കോട്ട്സ് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മൾ നെയിം ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയാൽ നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ നെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡേറ്റനെ എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ നെയിം അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ നമ്മൾ നമ്മുടെ നെയിം എൻ്റർ ചെയ്യും അല്ലേ. അതിനെ നമ്മൾ ഈ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യും. ഇനി അടുത്തത് ഇവിടെ ബർത്ത് ഇയർ 2011 എന്നാണ് കിടക്കുന്നത് അല്ലേ. നമ്മൾ ആ 2011 എന്നുള്ളത് കളയുന്നു. ബർത്ത് ഇയർ ഈസ് ഈക്വൽ ടു വീണ്ടും ഇൻപുട്ട് ഓഫ് ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ കോട്ട്സ് എൻ്റർ യുവർ ബർത്ത് ഇയർ. കോളൻ കൊടുത്തു, കോട്ട്സ് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ കറണ്ട് ഇയർ ഈ 2025 എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ ഇൻപുട്ട് ഓഫ് എൻ്റർ കറണ്ട് ഇയർ. ഓക്കെ, ഇത്രയും കൊടുത്തു. അതിന് ശേഷം കറണ്ട് ഇയർ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ കറണ്ട് ഇയർ എന്ന് കൊടുത്തു. അതിനുശേഷം താഴെ നോക്കിയാൽ ഏജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇയർ മൈനസ് ബർത്ത് ഇയർ. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാം ചെയ്തത്. പക്ഷേ ഈ ഒരു പ്രോഗ്രാം നോക്കിയാൽ ഏജ് ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് കറണ്ട് ഇയർ മൈനസ് ഇൻറ്റ് ഓഫ് ബർത്ത് ഇയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് പഠിച്ചായിരുന്നു അല്ലേ. ഏത് ടൈപ്പ് ഡേറ്റയാണ് അതിനെയാണ് നമ്മൾ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഈ ഇൻറ്റ് എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മളൊരു വാല്യൂവിനെ എൻ്റർ ചെയ്ത് കഴിയുമ്പം അത് അക്ഷരങ്ങളായിട്ടാണ് അതെന്താവുന്നത്, ഇൻസേർട്ട് ആവുന്നത്. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, നമ്പറുകളല്ലേ വേണ്ടത്. കറണ്ട് ഇയർ എന്നൊക്കെ പറയുന്നത് നമ്പറുകളാണ്. അപ്പോൾ ആ അക്ഷരത്തിനെ അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇൻറ്റ് ഉപയോഗിക്കുന്നത്. ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏജ് ഈസ് ഈക്വൽ ടു ഇൻറ്റ്, ബ്രാക്കറ്റ് കൊടുക്കുക. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. വീണ്ടും ബർത്ത് ഇയറിനും ഇൻറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഏജ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് നെയിമും കൂടെ വേണം അല്ലേ. നെയിം സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിൾ നെയിം എന്ന് പറയുന്ന വേരിയബിളാണ്. അപ്പോൾ അതേ നെയിം തന്നെ കൊടുക്കുന്നു. നെയിം എന്ന വേരിയബിൾ അവിടെ കൊടുത്തു. ഒരു കോമ കൊടുക്കണം. യുവർ ഏജ് ഈസ്, അതിനുശേഷം ഏജ്, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്ക് സേവ് ചെയ്യണം അല്ലേ. ഇനി സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ സേവ് ആസ് എടുത്തു. ഫയൽ സേവ് ആസ് എടുക്കുന്നു. എന്നിട്ട് സ്റ്റുഡൻസ് വർക്ക്സ് 10ൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏജും ഏരിയ എന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു അല്ലേ. ഇവിടെ ഞാൻ ഏജ് 1 എന്ന പേര് കൊടുക്കാൻ പോവുകയാണ്. ഏജ് _1. നമുക്കിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ .py എന്ന എക്സ്റ്റൻഷൻ കൊടുത്തായിരുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ എക്സ്റ്റൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പോൾ സേവ് കൊടുക്കാം. ഓക്കെ, ഇത് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യണം അല്ലേ. പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു റൺ എന്നൊരു ഓപ്ഷൻ കണ്ടോ. റൺ ഓപ്ഷൻ എടുക്കുക, അതിൽ നിന്ന് റൺ മോഡ്യൂൾ കൊടുക്കുക. അല്ലെങ്കിൽ കീബോർഡിലെ F5 ക്ലിക്ക് ചെയ്താലും മതി. റൺ മോഡ്യൂൾ അല്ലെങ്കിൽ F5 ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റർ യുവർ നെയിം, ഏതെങ്കിലും ഒരു നെയിം കൊടുക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം കൊടുക്കാം. ഞാൻ അനു എന്നൊരു പേര് കൊടുത്തു. ബർത്ത് ഇയർ 2011 കൊടുക്കുന്നു. കറണ്ട് ഇയർ ഇഷ്ടമുള്ള ഇപ്പോൾ ഏത് ഇയറാണോ അത് കൊടുക്കുന്നു. 2025 കൊടുക്കുന്നു. എൻ്റർ കൊടുക്കുന്നു. നോക്കിയേ, അനു യുവർ ഏജ് ഈസ് 14 ഉണ്ടോ. ആ കുട്ടിയുടെ നെയിമും വന്നു,
ഏജ് 14 എന്ന് ഡിസ്പ്ലേ ചെയ്തു. ഈ ഒരു രീതിയിലാണ് IDLൽ നമ്മളൊരു പൈത്തൺ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ തന്നെയുണ്ട്, ആ ഒരു ടോപ്പിക്കിൽ തന്നെയുണ്ട് എന്താണെന്ന് കണ്ടീഷൻ. അതായത് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ഇമേജ് നോക്കിയേ, ഒരു റോഡിലൂടെ ഒരു കുട്ടി ഇങ്ങനെ പോവുകയാണല്ലേ. അപ്പോൾ നോക്കിയേ, ഇടത് വശത്തേക്കും വലത് വശത്തേക്കും രണ്ട് വഴിയുണ്ട്. അപ്പോൾ ഏത് വഴി കൂടെ പോകാം? ഒന്നെങ്കിൽ ഈ വഴി കൂടെ പോകാം, അല്ലെങ്കിൽ ഈ വഴിയിലൂടെ പോകാം അല്ലേ. കണ്ടീഷനാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നോക്കിയേ, ഒരു പ്രോഗ്രാമിൽ സ്കൂൾ കലോത്സവത്തിന് 14 അതിൽ കൂടുതൽ വയസ്സോ ഉള്ള കുട്ടികളെ ആണെങ്കിൽ ജൂനിയർ കാറ്റഗറി ആയിട്ടും അതിൽ താഴെയുള്ളതാണെങ്കിൽ സബ് ജൂനിയർ കാറ്റഗറി ആയിട്ടും നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ ഏജ് എൻ്റർ ചെയ്യുന്നു. ഏജ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടിയുടെ ഏജ് എന്ന് പറയുന്നത് 14 അതിൽ കൂടുതലോ ഉള്ളതാണെങ്കിൽ എന്തായിരിക്കണം? ജൂനിയർ കാറ്റഗറി എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അല്ലെങ്കിൽ 14 താഴെയാണെങ്കിൽ യു ആർ സബ് ജൂനിയർ കാറ്റഗറി എന്ന് ഡിസ്പ്ലേ ചെയ്യണം. മനസ്സിലായോ? അതായത് കണ്ടീഷൻ നമ്മളിവിടെ ചെക്ക് ചെയ്യുവാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈഫും എൽസും. ഈഫ് കണ്ടീഷൻ. ഈഫിനകത്ത് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന കുട്ടിയുടെ ഏജ് എന്ന് പറയുന്നത് 14 അതിൽ കൂടുതലോ ആണെങ്കിൽ എന്ത് ചെയ്യണം? യു ആർ ജൂനിയർ കാറ്റഗറി എന്ന് പ്രിൻ്റ് ചെയ്യണം. എൽസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? യു ആർ ഇൻ സബ് ജൂനിയർ കാറ്റഗറി എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ഇപ്പോൾ ചെയ്ത ആ പ്രോഗ്രാമിൽ നമുക്ക് ഈ ചേഞ്ചസ് ഒക്കെ വരുത്തി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇതായിരുന്നു നമ്മൾ ചെയ്ത പ്രോഗ്രാം അല്ലേ. ഓക്കെ, ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. നമ്മൾ ഏജ് എൻ്റർ ചെയ്തു, നെയിമും ഒക്കെ പ്രിൻ്റ് ചെയ്തു. നോക്കാം, ഇനി ഇവിടെ നോക്കാം. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് പ്രിൻ്റ് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ഇഫ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, സ്പേസ് കൊടുത്തു, ഏജ് എന്നായിരുന്നു നമ്മുടെ വേരിയബിളിൻ്റെ നെയിം. ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 14 കൊടുത്തു. എന്നിട്ട് കോളൻ കൊടുക്കാൻ മറക്കരുത്. എൻ്റർ പ്രസ് ചെയ്യുക. എൻ്റർ പ്രസ് ചെയ്തതിന് ശേഷം പ്രിൻറ്റിനകത്ത് യു ആർ ഇൻ ജൂനിയർ കാറ്റഗറി. അതിനുശേഷം ഡബിൾ ക്ലോട്ട്സ് ക്ലോസ് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ കീ പ്രസ് ചെയ്യുക. എൽസ് എൽസ് അതിന് കോളൻ കൊടുക്കുക, എൻ്റർ പ്രസ് ചെയ്യുക, വീണ്ടും പ്രിൻ്റ്. ഞാനത് എളുപ്പത്തിന് വേണ്ടി ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് വരേണ്ട സബ് ജൂനിയർ കാറ്റഗറി. ഇവിടെ സബ് ജൂനിയർ കാറ്റഗറി ഈ ഒരു രീതിയിൽ കൊടുക്കുക. മനസ്സിലായോ? ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 14 കോളൻ കൊടുക്കുക. പ്രിൻറ്റിനകത്ത് യു ആർ ഇൻ ജൂനിയർ കാറ്റഗറി, എൽസ് പ്രിൻറ്റ് യു ആർ ഇൻ സബ് ജൂനിയർ കാറ്റഗറി. നമ്മുടെ ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊന്ന് സേവ് ചെയ്യുക, ഫയൽ എടുക്കുക, സേവ് ചെയ്യാം. റൺ മോഡ്യൂൾ. ഇൻവാലിഡ് സിൻടാക്സ്, എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. ഈ എൽസിനെ കറക്റ്റ് പ്രിൻറ്റിന് താഴെയായിട്ട് കൊടുത്തു നോക്കാം. മിക്കവാറും അതായിരിക്കും എറർ വന്നിരിക്കുന്നത്. വീണ്ടും ഫയല് സേവ് കൊടുക്കുക, റൺ മോഡ്യൂൾ കൊടുക്കുക. ആ ഒരു എറർ വന്ന് എന്താണെന്ന് പറഞ്ഞുതരാം.
ഉണ്ടോ ഈഫ് കണ്ടീഷൻ ഉണ്ടോ ഈഫ് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ കൊടുത്തു അതിൻ്റെ നേരെ താഴെ വേണം എൽസ് കൊടുക്കാൻ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എറർ വന്നത്. മനസ്സിലായോ? ഈഫ് കണ്ടീഷൻ കൊടുത്തു അതിന് നേരെ താഴെ വേണം എൽസ് കൊടുക്കാൻ. അങ്ങനെ ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതാണെന്ന് മനസ്സിലാക്കണം. റൺ ചെയ്യുക, റൺ മോഡ്യൂൾ എടുക്കുക. ഇവിടെ എൻ്റർ യുവർ നെയിം, അനു എന്ന പേര് കൊടുത്തു. ബർത്ത് ഇയർ 14 താഴെയുള്ള നമുക്ക് കൊടുത്തു നോക്കാം. കണ്ടോ, നമ്മൾ 2013 ബർത്ത് ഇയർ കൊടുത്ത്, 2025 കറണ്ട് ഇയർ കൊടുത്തു. ആ കുട്ടിയുടെ ഏജ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ നോക്കിയാൽ സബ് ജൂനിയർ കാറ്റഗറി എന്ന മെസ്സേജ് വന്നു. മനസ്സിലായോ? 14 വയസ്സിൽ താഴെ ആയതുകൊണ്ട് സബ് ജൂനിയർ കാറ്റഗറി എന്ന് വന്നു. ഇനി 14 വയസ്സിൽ കൂടുതലാണെങ്കിലാണ് എന്താണ് ജൂനിയർ കാറ്റഗറി എന്ന് വരുന്നത്. അങ്ങനെ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. വീണ്ടും റൺ കൊടുക്കുന്നു, റൺ മോഡ്യൂള്. 2009 കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഈ കുട്ടിയുടെ വയസ്സ് എന്ന് പറയുന്നത് 14 വയസ്സിൽ കൂടുതലാണ് അല്ലേ, 16 വയസ്സ്. അതുകൊണ്ട് യു ആർ എ ജൂനിയർ കാറ്റഗറി എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ആ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിനെ ഒരു ചിത്രത്തിൻ്റെ രൂപത്തിലാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനെ പറയുന്നതാണ് ഫ്ലോ ചാർട്ട്. നോക്കിയേ, നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പും ഓരോ ഈ ചിത്രത്തിനുള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ പറയുന്നതാണ് ഫ്ലോ ചാർട്ട്, പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. അതായത് നമ്മുടെ ആ ഒരു സ്റ്റെപ്പിനെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനെ പറയുന്നതാണ് ഫ്ലോ ചാർട്ട്. നോക്കി, ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ നമ്മുടെ റീഡ് ബർത്ത് ഇയറും കറണ്ട് ഇയറും റീഡ് ചെയ്തു. അതിന് ശേഷം ഏജ് എന്താണ്, ഏജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കൊടുത്തു. ഇവിടെ നോക്കിയേ, ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ ട്രൂ, കണ്ടീഷൻ ശരിയാണെങ്കിൽ ജൂനിയർ എന്ന് പ്രിന്റ് ചെയ്യണം. എൽസ്, അതായത് ഫോൾസ് ആണെങ്കിൽ സബ് ജൂനിയർ എന്ന് പ്രിന്റ് ചെയ്യണം. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യണം. ഇതിനെ പറയുന്നതാണ് ഫ്ലോ ചാർട്ട്. ഓക്കെ, ഇനി നമ്മൾ കണ്ടായിരുന്നു ഒറ്റ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് കണ്ടത് അല്ലേ. 14 അതിൽ കൂടുതലോ വയസ്സുള്ളതാണെങ്കിൽ ജൂനിയർ കാറ്റഗറി, എൽസ് ആണെങ്കിൽ സബ് ജൂനിയർ കാറ്റഗറി. നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം, അതിനു വേണ്ടിയുള്ള പ്രോഗ്രാമാണിത്. ഇവിടെ നോക്കുക, ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16, 16 അതിൽ കൂടുതലോ വയസ്സാണെങ്കിൽ സീനിയർ കാറ്റഗറി എന്ന് വരണം. 14 അതിൽ കൂടുതലോ ആണെങ്കിൽ ജൂനിയർ കാറ്റഗറി വരണം. 12 അതിൽ കൂടുതലാണെങ്കിൽ സബ് ജൂനിയർ കാറ്റഗറി വരണം. അതും അല്ലെങ്കിൽ കിഡ്ഡീസ് കാറ്റഗറി വരണം. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 എന്ന് കൊടുക്കണം. ആദ്യത്തെ കണ്ടീഷൻ ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 എന്ന് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ യു ആർ ഇൻ സീനിയർ കാറ്റഗറി എന്ന് വരും. ഇനി അല്ലെങ്കിൽ എൽ ലീഫ് ആണ് അടുത്തത് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി എൽ ലീഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14. അങ്ങനെയാണ് എന്ത് വരണം, ജൂനിയർ കാറ്റഗറി വരണം. അതുമല്ലെങ്കിൽ വീണ്ടും എൽ ലീഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 കൊടുക്കുകയാണെങ്കിൽ സബ് ജൂനിയർ കാറ്റഗറി. അതുമല്ലെങ്കിലാണ് എൽസ് പ്രിന്റ് യു ആർ ഇൻ കിഡ്ഡീസ് കാറ്റഗറി എന്ന് വരേണ്ടത്. അതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16, ഈ 14 മാറ്റി 16 കൊടുക്കുന്നു. ഇവിടെ ജൂനിയർ എന്നുള്ളത് മാറ്റി സീനിയർ. സീനിയർ കാറ്റഗറി, ഈ എൽസ് മാറ്റി എൽ ലീഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14 ആണെങ്കിൽ യു ആർ ഇൻ ജൂനിയർ കാറ്റഗറി. വീണ്ടും ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യാണ്. വീണ്ടും എൽ ലീഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണെങ്കിൽ ജൂനിയർ കാറ്റഗറി വന്നു. അടുത്തത് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 ആണെങ്കിൽ, അവിടെ ഒരു കോളൻ കൊടുക്കാൻ വിട്ടുപോയിരുന്നു. 12 ആണെങ്കിൽ
സബ് ജൂനിയർ കാറ്റഗറി. സബ് ജൂനിയർ കാറ്റഗറി. അതുമല്ലെങ്കിൽ എൽസ് യു ആർ ഇൻ കിഡ്ഡീസ് കാറ്റഗറി. ഇവിടെ എല്ലീഫ് മാറ്റി എൽസ്, ലാസ്റ്റ് കണ്ടീഷനാണ്. അതിന് എല്ലീഫ് മാറ്റി എൽസ് കോളൻ കൊടുക്കുന്നു, യു ആർ ഇൻ കിഡ്ഡീസ് കാറ്റഗറി. യു ആർ ഇൻ കിഡ്ഡീസ് കാറ്റഗറി. ഈ ഒരു രീതിയിലാണ് പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതും ഫയൽ സേവ് കൊടുക്കുക, റൺ ചെയ്ത് നോക്കുക. റൺ മോഡ്യൂൾ നെയിം കൊടുത്തു, ബർത്ത് ഇയർ. രണ്ടായിരത്തി 2011 കൊടുത്തു അല്ല, 2018 കൊടുത്തു നോക്കാം നമുക്ക്. 2018. കറണ്ട് ഇയർ 2025. നോക്കിയേ, 7 വയസ്സുള്ളൂ കുട്ടിക്ക്, 7 വയസ്സേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, ഈ കണ്ടീഷനിലൊന്നും വരുന്നില്ല അല്ലേ? അപ്പോൾ എന്താണ്, കിഡ്ഡീസ് കാറ്റഗറി എന്നുള്ള മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ ഈ ഒരു പ്രോഗ്രാം ചെയ്തപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇത് ഒരു കുട്ടിയുടെ പേര് മാത്രമാണ് നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? നോക്കിയേ, ഒരു കുട്ടിയുടെ പേര്, ആ കുട്ടിയുടെ ബർത്ത് ഇയർ, പിന്നെ കറണ്ട് ഇയർ, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് അല്ല അല്ലേ, ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അത്രയും സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഒരു കലോത്സവം എടുത്താലും അതെ, ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണം അല്ലേ? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പഠിക്കാനുള്ളത്. വൈൽ ലൂപ്പും ഫോർ ലൂപ്പും. WHIL, വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൽ കണ്ടീഷൻ ഈസ് ട്രൂ, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടു റിപ്പീറ്റ്. ഈ ഒരു രീതിയിൽ ഇത് നിങ്ങൾക്കൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാകും. നമുക്കിതേ പ്രോഗ്രാം തന്നെ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ നോക്കി, ഈ ഒരു പ്രോഗ്രാം നമുക്ക് ടൈപ്പ് ചെയ്യാം, എന്നിട്ടത് പറഞ്ഞു തരാം. ഇതേ പ്രോഗ്രാമിന് തന്നെ മാറ്റം വരുത്തുകയാണ്. ആദ്യം നെയിമിന് മുമ്പ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്, അതിൻ്റെ വാല്യൂ 0 ആയിട്ട് അസൈൻ ചെയ്തു. അതിനുശേഷം വൈൽ, നമ്മുടെ ലൂപ്പാണ്, WHIL വൈൽ കൗണ്ട്, നമ്മൾ ആ കൊടുത്ത വേരിയബിൾ കൗണ്ട് ലെസ് ദാൻ 3 കോളൻ കൊടുക്കുന്നു. പിന്നെ അതങ്ങനെ തന്നെ ഇനി അതിൻ്റെ ഏറ്റവും താഴെ ഈ എൽസിന് ശേഷം ഇവിടെ 2 കാറ്റഗറി കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ 2 കാറ്റഗറി മതി. ഇവിടെ ജൂനിയർ കാറ്റഗറി 14 മേളിലുള്ളത് മാത്രമാണ് ചെക്ക് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇത്രയും നമുക്ക് ആവശ്യമില്ല, അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇവിടെ 16 പകരം 14 കൊടുക്കുന്നു, സീനിയറിന് പകരം ജൂനിയർ. ഓക്കെ, ഇനി ഇതിന് താഴെയായിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. ഓക്കെ, ഇനി ഈ പ്രോഗ്രാം പറഞ്ഞു തരാം. ഇവിടെ നോക്കിയേ, ആദ്യം നമ്മൾ കൗണ്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു വേരിയബിൾ ആണ്, ആ വേരിയബിളിൻ്റെ വാല്യൂ 0 ആയിട്ട് അസൈൻ ചെയ്യുന്നു. ഇനി
നമുക്ക് 3 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻട്രി ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യുക വൈൽ കൗണ്ട് ലെസ് ദാൻ 3. കണ്ടീഷൻ ശരിയാണോ? കൗണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? 0 ലെസ് ദാൻ 3, അതായത് 3യെക്കാളും ചെറുതാണെങ്കിൽ എന്ത് ചെയ്യും? നേരെ ഈ സ്റ്റെപ്പുകളെല്ലാം വർക്ക് ചെയ്യും. അതായത് പേര് എൻ്റർ ചെയ്യാൻ പറയും, ബർത്ത് ഇയർ, കറണ്ട് ഇയർ, അതുപോലെ ഇതെല്ലാം എൻ്റർ ചെയ്യാൻ പറയും. അതിനുശേഷം എന്ത് ചെയ്യും? അതിൻ്റെ ആ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം കൗണ്ടിൻ്റെ വാല്യൂ 1 കൂടും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. കൗണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ളത് 0 ആണ്. 0 പ്ലസ് 1, അതായത് 1 ആയി അല്ലേ? ഇപ്പം നോക്കിയേ, കൗണ്ടിൻ്റെ വാല്യൂ 0 മാറിയിട്ട് 1 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, കൗണ്ട് ലെസ് ദാൻ 3, അതായത് 1 ലെസ് ദാൻ 3. കണ്ടീഷൻ ശരിയാണ്. എന്ത് സംഭവിക്കും? വീണ്ടും ഈ സ്റ്റെപ്പുകളെല്ലാം റിപ്പീറ്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും ഈ കൗണ്ടിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1. കൗണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 1 അല്ലേ? 1 പ്ലസ് 1. ഇപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയി. വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ 3. വീണ്ടും അപ്പോൾ ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഈ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പൊന്ന് സേവ് ചെയ്തു റൺ ചെയ്യുന്നു. ഇവിടെ ഒരു കോളൻ കൊടുത്തിട്ടുണ്ട്. ഇൻഡൻറ്റേഷൻ അല്ലേ? ഇൻഡൻറ്റേഷൻ അത് എറർ വന്നിരിക്കുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ എറർ കാണിച്ചു തരാം. നോക്കിയേ, എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻറ്റൻഡഡ് ബ്ലോക്ക് ആഫ്റ്റർ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ലൈൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറയുക, ഇങ്ങനെ ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞു തരാം. ഇവിടെ നോക്കിയേ, ഈ വൈൽ ലൂപ്പിൻ്റെ നേരെ താഴെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എന്നല്ലേ? അങ്ങനെയല്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഇൻഡൻറ്റേഷൻ എറർ എന്ന് പറഞ്ഞ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അതാണ് നമ്മുടെ ലൈൻ 2. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്പേസ് കൊടുത്താൽ മതി. ഓക്കെ, സ്പേസോ ടാബോ എന്തെങ്കിലും ഇങ്ങനെ കറക്റ്റ് ഇൻഡൻറ്റേഷൻ ഇങ്ങനെ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ ആ എറർ വരത്തില്ല. നോക്കിയേ, ഈ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, വീണ്ടും സേവ് ചെയ്യുക, റൺ ചെയ്ത് നോക്കാം. വീണ്ടും എറർ വന്നിട്ടുണ്ട്. ഇവിടെ ഇതിനൊരു സ്പേസ് കൂടുതലുണ്ട്. ഓക്കെ, നോക്കാം. ഓക്കെ, എൻ്റർ യുവർ നെയിം കൊടുക്കുന്നു. ബർത്ത് ഇയർ 2011 കൊടുത്തു, 2025 കൊടുത്തു. കറണ്ട് ഇയർ നോക്കി, ഇവിടെ കണ്ടോ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് വന്നല്ലേ? ജൂനിയർ കാറ്റഗറി എന്ന് വന്നു. വീണ്ടും അടുത്ത കുട്ടിയുടെ ഡീറ്റെയിൽസ് അവിടെ തന്നെ ചോദിക്കണം. നമ്മൾ ലെസ് ദാൻ 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 3 കുട്ടികളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അപ്പോൾ അടുത്തയാളുടെ പേര് കൊടുക്കുകയാണ്. ഓക്കെ, നോക്കി, അടുത്തത് ജൂനിയർ കാറ്റഗറി വന്നു. വീണ്ടും അടുത്ത കുട്ടിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. ഓക്കെ, നോക്കിയേ, 3 കുട്ടികളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് വൈൽ ലൂപ്പ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോർ ലൂപ്പ്. ഇവിടെ നോക്കി, ഇവിടെ ഫോറും വൈലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ലൂപ്പിൽ നമ്മളെല്ലാം ഒറ്റ സ്റ്റെപ്പായിട്ട് കൊടുക്കുന്നു. ഇവിടെ നോക്കിയാൽ കൗണ്ട് ഈസ് ഈക്വൽ ടു 1, വൈൽ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 പ്രിൻറ്റ് ചെയ്തു. പിന്നെ കൗണ്ട് ഈസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ? പക്ഷേ ഇവിടെ ഫോർ ലൂപ്പിൽ നോക്കിയാൽ ഫോർ കൗണ്ട് ആ വേരിയബിളിനെ നമ്മളിവിടെ കൊടുക്കുകയാണ്. ഫോർ കൗണ്ട് ഇൻ റേഞ്ച് 1 to 101, അതായത്
100 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 1 തൊട്ട് 100 വരെയുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 101 എന്ന് കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഇഫ് റേഞ്ച് ഓഫ് 10, റേഞ്ച് എന്ന് പറയുന്ന വേരിയബിൾ ആണ്. റേഞ്ച് ഓഫ് 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 മുതൽ 9 വരെയാണ്. ഓക്കെ. ഇനി റേഞ്ച് ഓഫ് 1,10 ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ 1 മുതൽ 9 വരെയുള്ളതാണ്. ഇനി അടുത്ത റേഞ്ച് ഓഫ് 1,20,2 ഇങ്ങനെയാണെങ്കിൽ 1 തൊട്ട് 20 വരെയുള്ളത്. അപ്പോൾ നോക്കിയേ, 1 തൊട്ട് 20 വരെയുള്ള ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ 1, 3, 5, 9 ഇങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യണം. അതിനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കണം, റേഞ്ച് ഓഫ് 1,20,2. ഓക്കെ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.